പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് വിൻസ്പയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. പല ആളുകളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ടെറ്റ് പരീക്ഷകൾ അഥവാ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അത് വളരെയധികം കർശനമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട്. ടെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റുകളാണ്. നമുക്ക് കേരളത്തിൽ കേട്ടിട്ടുണ്ട്, ഇനി ദേശീയ തലത്തിൽ സി ടെറ്റ് ഉണ്ട്. ഒരു പക്ഷേ ഓരോ ജില്ലകൾക്കും അവരുടേതായിട്ടുള്ള ടെറ്റ് ഉണ്ടാകാം. ഇനി മുതൽ ഹൈസ്കൂൾ അധ്യാപകർക്ക് ടെറ്റ് എക്സാം പരീക്ഷ യോഗ്യത നേടണമെന്നുള്ളത് നിർബന്ധമാണ്. 2009 ശേഷം ടെറ്റ് എക്സാമുകൾ പാസ്സാകുന്നത് നിർബന്ധമാണ് എന്നൊക്കെ നടപടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 2011 അത് വളരെയധികം കർശനമാക്കി. 2012 മുതൽ വളരെയധികം ഒരു കർശന സ്വഭാവത്തോടു കൂടി അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം 2012 ശേഷം നിയമിതരായിട്ടുള്ള ടീച്ചേഴ്സിന് ടെറ്റ് നിർബന്ധമാണ്. അതിന് മുന്നേ സർവീസിൽ കയറിയിട്ടുള്ള ആളുകൾക്ക് ടെറ്റ് നിർബന്ധമല്ല. ഈ ഒരു സംഗതി നമുക്ക് അറിയുന്നതാണ്. ഇനി നമ്മുടെ മേലുള്ള ആശയക്കുഴപ്പമെന്ന് പറയുന്നത്, ചില ടീച്ചേഴ്സിന് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാകും. അഥവാ സെറ്റ്, നെറ്റ്, MPhil, MEd, PhD ഇങ്ങനെ ഹയർ ക്വാളിഫിക്കേഷനുള്ള അധ്യാപകർ ഒരു പക്ഷേ ടെറ്റ് എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്കിനി ടെറ്റ് നിർബന്ധമാകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ അവർക്കും നെറ്റ്, PhD, MEd പോലുള്ള അധിക യോഗ്യതകൾ, ഹയർ ക്വാളിഫിക്കേഷൻസ് ടെറ്റ് എക്സാമുകൾക്ക് പകരമാകില്ല എന്നാണ് പറയുന്നത് സുപ്രീം കോടതി. അതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മൾ ടെറ്റ് എക്സാമുകളിൽ ഇപ്പോൾ ഒരു അപ്പർ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കേണ്ട ഒരു ടീച്ചറിന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടി വരുന്നത്. ഒരു PhD-കാരന് ചിലപ്പോൾ അത് വേണമെന്നില്ല, അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് അതൊന്നും നമ്മൾ പഠിക്കണമെന്നില്ല. അപ്പോൾ ഓരോ ക്ലാസ്സിലെ നിലവാരം അനുസരിച്ചുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജിയും പെഡഗോജിയും അധ്യാപകർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യണമെങ്കിൽ ടെറ്റ് എക്സാം തന്നെ നിർബന്ധമാണ് എന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി സർവീസിലുള്ള ടീച്ചേഴ്സ്, ടെറ്റില്ലാത്ത ടീച്ചേഴ്സ് ടെറ്റ് എഴുതിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. 1,00,000 ലക്ഷത്തോളം അധ്യാപകരെയാണ് ഈ ഒരു നിയമം ബാധിക്കാൻ പോകുന്നത്. സോ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കേരള സർക്കാർ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സോ ഇതുവരെ ഇൻ സർവീസിലുള്ള ആളുകൾക്ക് ടെറ്റ് ഇല്ല എങ്കിൽ അവരെ വിരമിക്കലിന് നിർബന്ധിക്കും, അല്ലെങ്കിൽ അവരെ വിരമിക്കേണ്ടി വരും എന്ന രീതിയിലൊക്കെ ചർച്ചകൾ പോകുന്നുണ്ട്. അവരെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇനി സർവീസിൽ കയറാൻ പോകുന്ന, അല്ലെങ്കിൽ സർവീസിൽ കയറാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ഉണ്ടാകും. ഈ ക്ലാസ് കേൾക്കുന്നത് മിക്കവാറും അത്തരത്തിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് സെറ്റ് ഉണ്ടാകും, ടെറ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ PhD ഉണ്ടാകും, ടെറ്റ് ഇല്ല. അപ്പോൾ എന്നെ ഇത് ബാധിക്കുമോ എന്ന് ഒരു ആശങ്കയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടെറ്റ് എഴുതിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നിങ്ങൾക്ക് B.Ed യോഗ്യത ഉണ്ടെങ്കിൽ ടെറ്റ് 3, നിങ്ങളുടെ സബ്ജക്റ്റുള്ള ടെറ്റ് 3 എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കുക. ഇനി കഴിഞ്ഞ HSA പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് ഇനി റിസൾട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെറ്റ് 3 ഇല്ലെങ്കിലും ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളെ ഒരു പക്ഷേ അത് ബാധിക്കില്ല. കാരണം നിലവിൽ നമ്മുടെ നിയമം അനുസരിച്ച് സെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് HSA പരീക്ഷ എഴുതാം. പക്ഷേ സർവീസിൽ കയറി കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മാറും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, അല്ലേ? ഇതൊരു ഗവൺമെൻറ് പ്രൊസീജിയേഴ്സ് ആണ്. സോ ഏറ്റവും സേഫ് നമ്മൾ ഒരു ടെറ്റ് 3 ക്വാളിഫൈ ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ LP UP ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ടെറ്റ് 3 ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ടെറ്റ് എക്സാമുകളുടെ ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾക്ക് B.Ed ഇല്ല, LP UP യോഗ്യത മാത്രമാണുള്ളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ടെറ്റ് 1 2 നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ക്വാളിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിലവിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എനിക്ക് ടെറ്റ് ഇല്ല, സെറ്റ് മാത്രമാണുള്ളത് എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അത് ഓക്കെ ആയിരുന്നു, അല്ലേ? സെറ്റ് ഓക്കെ ആയിരുന്നു. ഇതുവരെ സെറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പുറത്ത് വന്നിട്ടില്ല, അല്ലേ? നമുക്ക് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ സെറ്റ് മതിയാകില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സെറ്റ് 2 തരത്തിലുണ്ട്. ചില സംസ്ഥാനങ്ങളിലെ സെറ്റ് നെറ്റിന് തുല്യമാണ്. കേരള സെറ്റ് നെറ്റിന് തുല്യമല്ല. അവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടി മാത്രമുള്ളതാണ് സെറ്റ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
എഡ്യൂക്കേഷണൽ സൈക്കോളജിയും പെഡഗോജിയും എല്ലാം കുട്ടികളുടെ ഒരു നിലവാരം അനുസരിച്ച് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ഒന്നും അല്ല സെറ്റ്. അപ്പം അതുകൊണ്ട് അത് ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളിനി കണ്ടറിയണം. എന്ത് തന്നെ ആയിരുന്നാലും നമ്മളൊന്ന് സേഫ് ആക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കേട്ടറ്റ് 3 എഴുതി ക്വാളിഫൈ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിച്ച് വളരെയധികം യുക്തിപൂർവ്വം തീരുമാനമെടുക്കാം. കേട്ടറ്റ് 3 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സെറ്റും നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എഴുതി എടുക്കുക എന്നുള്ളത് വലിയ കാര്യമൊന്നും അല്ല അല്ലേ. കേട്ടറ്റ് നമുക്ക് എല്ലാ വർഷവും 2-3 പ്രാവശ്യമൊക്കെ നടക്കുന്ന ഒരു എക്സാമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു തവണ നിങ്ങൾക്ക് കേട്ടറ്റ് ഇല്ല എങ്കിൽ നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കേട്ടറ്റ് എഴുതി ക്വാളിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി നാളെ ഒരു സമയം നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഡിയേഴ്സ്, ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു സജഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകണം എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ അധ്യാപക സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.